ഇപ്പോൾ ഇറാൻ ആണവ കേന്ദ്രത്തിന് സമീപം ഭൂഗർഭ സംവിധാനങ്ങൾ ശക്തമാകുന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ US ആണവധാരണ സംബന്ധിച്ച് സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ മിനുക്കുപണികൾ. സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാനും അനുബന്ധ ആവശ്യങ്ങൾക്കുമായാണ് സംവിധാനം ഒരുക്കുന്നത് എന്നാണ് സൂചന. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഐസൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. ഇറാനിലെ കലാംഗസയിലെ കുന്നുകളിലെ പരിസരത്തുള്ള ആണവ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭൂഗർഭ സംവിധാനത്തെ കുറെ കൂടി ശക്തമാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഘടനാപരമായ ശക്തി ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്തരത്തിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഈ ഒരു നിരീക്ഷണം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അമേരിക്ക ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് കുറെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരുടെയും അനുബന്ധ പ്രവർത്തകരുടെയും പ്രതിരോധ വിദഗ്ധരുടെയും ഒരു സംഘടന പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ നിരീക്ഷണം നടത്തി സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ തങ്ങൾ നിർമ്മിക്കുന്ന സമ്പുഷ്ടീകരിക്കുന്ന ആണവ ഇന്ധനമെല്ലാം തങ്ങളുടെ രാജ്യത്ത് തന്നെ സൂക്ഷിക്കുമെന്ന നിലപാട് ഇറാൻ അറിയിച്ചിരുന്നു. ആ അറിയിച്ച നിലപാടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നിരീക്ഷണം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും ഇറാൻ ഇത്തരത്തിലുള്ള ആണവ പരീക്ഷണങ്ങൾ ശക്തമാക്കുകയും ആ ശക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുവെന്നാണ്. കുറെ കൂടി നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായി ആണവ ചർച്ചകൾ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആണവ ചർച്ചകൾ തുടരണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലും. അത്തരത്തിലുള്ള ആണവ ചർച്ചകൾ തുടരുകയും ആ ആണവ ചർച്ചകൾക്ക് വീഴ്ചയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അത് യുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പ് പോലും കൃത്യമായി ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ ആക്രമണത്തിൽ കലാശിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും വന്നിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സമാന നിലപാട് പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആണവ കേന്ദ്രത്തിന് സമീപമുള്ള ഭൂഗർഭ സംവിധാനങ്ങൾ ശക്തമാക്കുന്ന ഇറാന്റെ നിലപാടിനെതിരെ കൃത്യമായ ഒരു ബോധ്യം അല്ലെങ്കിൽ കൃത്യമായ ഒരു നീക്കം നടത്തുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഇതൊരു അന്താരാഷ്ട്ര വിഷയമായി ഉയർന്നു വരാനും സ്വാഭാവികമായും ഇറാനെതിരെ ഒരു പക്ഷേ ആക്രമണത്തിലേക്ക് നീങ്ങുന്നതിനെ ആക്കം കൂട്ടാനുമുള്ള ഒരു ഘടകമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നു കിടക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യവും. അനക്ക. ശരി ഐസൻ, വ്യക്തമാണ്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തകൾ നൽകിയത്.